ഹലോ, ഇന്നത്തെ ഈ ഒരു പ്രത്യേക വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ വെറുമൊരു ബോറിംഗ് മാനുവലിനെക്കുറിച്ചല്ല കേട്ടോ. മറിച്ച് ഒരു വലിയ ആശുപത്രിയുടെ യഥാർത്ഥ ശബ്ദമായി മാറാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ടെലികോളിംഗ് ടീമിന്റെ പ്രവർത്തന രീതികൾ, അഥവാ SOP. ശരി, ഒട്ടും വൈകാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ വളരെ ശക്തമായ ഈ ഒരു വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ടെലികോളിംഗ് എന്ന് പറയുന്നത് ഒരു സെയിൽസ് ജോലിയല്ല, ആശയവിനിമയത്തിലൂടെ രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിന്റെ തുടർച്ചയാണത്. നോക്കൂ, നമ്മുടെ ഈ ജോലിയുടെ അടിസ്ഥാനം തന്നെ സഹാനുഭൂതിയും കരുതലുമാണ് എന്നീ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ അവരോട് സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമായ ആരോഗ്യത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 1. നമ്മുടെ ലക്ഷ്യം രോഗി പരിചരണമാണ്, സെയിൽസ് അല്ല. 2. ഫോൺ വിളിക്കുമ്പോൾ പാലിക്കേണ്ട കർശന നിയമങ്ങൾ. 3. പലതരം കോളുകളും പ്രോട്ടോക്കോളുകളും. 4. സംസാരിക്കേണ്ട മര്യാദകളും പരാതി പരിഹാരവും. അവസാനം പ്രവർത്തന മികവും നിയമങ്ങളും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. നമ്മുടെ പ്രധാന ലക്ഷ്യം രോഗി പരിചരണമാണ്, അല്ലാതെ സെയിൽസ് അല്ല. എന്തിനാണ് നമ്മളിങ്ങനെ പ്രൊഫഷണലായി സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് വലിയ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഔട്ട്പേഷ്യന്റ് ഇൻപേഷ്യന്റ് കൺവെർഷനുകൾ സ്വാഭാവികമായി തന്നെ കൂടും. രോഗികൾ തുടർന്നും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആശുപത്രിയെ തന്നെ ആശ്രയിക്കും. അവരുടെ സംതൃപ്തി വർദ്ധിക്കും. നമ്മൾ സ്ഥിരതയിലൂടെയും വളരെ പ്രൊഫഷണലായും അവരോട് സംസാരിക്കുമ്പോൾ അത് ആ രോഗികളുടെ ആരോഗ്യത്തിനും ഒപ്പം നമ്മുടെ ആശുപത്രിയുടെ സൽപ്പേരിനും വളർച്ചയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യും. ഇനി രണ്ടാമത്തെ ഭാഗം, നമ്മൾ രോഗികളെ വിളിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട സമയക്രമങ്ങളും നിയമങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വിളിക്കുന്ന സമയമാണ്. അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകാനോ അല്ലെങ്കിൽ നമ്മുടെ സർവീസുകൾ പ്രൊമോട്ട് ചെയ്യാനോ ഒക്കെ വിളിക്കുമ്പോൾ അത് രാവിലെ 9:30 ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിലോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കും 7:30 ഇടയിലോ മാത്രമേ ആകാവൂ. ഇതൊരു സ്ട്രിക്റ്റ് റൂളാണ് കേട്ടോ. എമർജൻസി അല്ലാത്തൊരു കോളിനും ഈ ഒരു സമയപരിധി നമ്മളെ ലംഘിക്കാൻ പാടില്ല. 3. ഇതൊരു വെറും അക്കമല്ല കേട്ടോ. ഒരു രോഗിയെ ഒരു ദിവസം നമ്മൾ വിളിക്കാൻ ശ്രമിക്കേണ്ട പരമാവധി തവണയാണിത്. ഒന്നാലോചിച്ചു നോക്കൂ, ചിലപ്പോൾ അവർ വലിയ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ കഴിയാത്ത എന്തവസ്ഥയിലുമാകാം. അവരുടെ വ്യക്തിപരമായ സമയത്തെ നമ്മൾ മാനിച്ചേ മതിയാകൂ. പരമാവധി 3 തവണ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും വീണ്ടും വിളിക്കാമെന്നല്ല അതിനർത്ഥം. ഓരോ കോളിനുമിടയിൽ നിർബന്ധമായും 2 മണിക്കൂർ ഗ്യാപ്പ് നമ്മൾ ഇട്ടിരിക്കണം. നമ്മൾ കാരണം ഒരിക്കലും ഒരു രോഗിക്കും ബുദ്ധിമുട്ടോ ശല്യമോ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ കൃത്യമായ ഇടവേളകൾ നൽകി വിളിക്കുന്നത് നമ്മളുടെ മാന്യതയാണ്, ഒപ്പം അവരോടുള്ള ബഹുമാനവും. ഇനി നിങ്ങളൊരു കോൾ ചെയ്യുന്നതിനു മുൻപ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നറിയാമോ? ആ രോഗിയുടെ പേരും വയസ്സും അവരവസാനം സന്ദർശിച്ച ഡിപ്പാർട്ട്മെന്റ്, അവസാനം കണ്ട ഡോക്ടറുടെ പേര്, പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ എന്തിനാണ് അവരെ വിളിക്കുന്നത് എന്ന കൃത്യമായ കാരണം. നോക്കൂ, ഈ വിവരങ്ങളൊന്നും മുന്നിലില്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു രോഗിയുടെ നമ്പർ ഡയൽ ചെയ്യാൻ പാടില്ല. ഈയൊരു തയ്യാറെടുപ്പാണ് നിങ്ങളുടെ കോളിനെ ഒരു പ്രൊഫഷണൽ കോളാക്കി മാറ്റുന്നത്. 3-ാം ഭാഗത്തിലേക്ക് കടക്കാം. പലതരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ആ അപ്പോയിന്റ്മെന്റ് മിസ് ചെയ്തത്? ഒരു രോഗി വരാതിരിക്കുമ്പോൾ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. രോഗി വന്നില്ലല്ലോ എന്ന ദേഷ്യത്തോടെയോ നിരാശയോടെയോ അല്ല, മറിച്ച് അവർക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായോ എന്ന യഥാർത്ഥ ഉത്കണ്ഠയോടെ വേണം നമ്മളെ വിളിക്കാൻ. ആ ഒരു മാറ്റം നമ്മുടെ സംസാരത്തിൽ തന്നെ പ്രതിഫലിക്കും. അപ്പോൾ രോഗിയോട് സംസാരിക്കുമ്പോൾ തെറ്റായതും ശരിയായതുമായ സമീപനങ്ങളുണ്ട്. രോഗി വരാതിരുന്നതിന് അവരെ കുറ്റപ്പെടുത്തുകയോ പോലീസുകാരെപ്പോലെ ചോദ്യം ചെയ്യുകയോ അരുത്. പകരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ എന്ന കരുതലോടുകൂടിയുള്ളൊരു ചോദ്യം ആദ്യം ചോദിക്കുക. ഈ ഒരു ചെറിയ കരുതൽ അവർക്ക് നമ്മളിൽ വലിയ വിശ്വാസമുണ്ടാക്കും. യാതൊരു സമ്മർദ്ദവുമില്ലാതെ തന്നെ പുതിയൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അവർ സ്വയം തയ്യാറാകും. ഇതൊരു യഥാർത്ഥ സംഭവമാണ് കേട്ടോ. ഒരിക്കൽ ചെവിവേദനയുമായി വന്ന ഒരു രോഗിക്ക് ഡോക്ടർ കുറച്ച് ഗുളികകൾ നൽകി. എന്നാൽ വേദന മാറാതെ വന്നപ്പോൾ രോഗി സ്വയം ഒരു ഇയർ ഡ്രോപ്സ് വാങ്ങി ചെവിയിലൊഴിച്ചു. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് സ്വയം വിലയിരുത്താനോ മെഡിക്കൽ ഉപദേശം നൽകാനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയുക, അത് ഡോക്ടറെയോ നഴ്സിനെയോ അറിയിക്കുക. അതാണ് നമ്മുടെ ജോലി. നമ്മൾ ഡോക്ടർമാരല്ല എന്ന് എപ്പോഴും ഓർക്കുക. ഇനിയിപ്പോൾ നമ്മുടെ റംദാൻ പാക്കേജ് പോലെയുള്ള എന്തെങ്കിലും ഹെൽത്ത് പാക്കേജുകൾ പ്രൊമോട്ട് ചെയ്യാൻ വിളിക്കുകയാണെങ്കിലോ, ആദ്യം സംസാരിക്കാൻ അവർക്ക് സമയമുണ്ടോ എന്ന് സ്നേഹത്തോടെ അനുവാദം ചോദിക്കുക. ഡിസ്കൗണ്ടുകളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഈ പാക്കേജ് വഴി അവർക്ക് ലഭിക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇത് വാങ്ങിയേ തീരൂ എന്ന രീതിയിലുള്ള യാതൊരുവിധ സെയിൽസ് തന്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കരുത്. അവർക്ക് നല്ലൊരു വിവരം നൽകുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം.
നാലാം ഭാഗം നമ്മൾ പാലിക്കേണ്ട മര്യാദകളും പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെ അറിയിക്കണമെന്നതിനെക്കുറിച്ചും നോക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും വളരെ സ്നേഹത്തോടെയും ഊഷ്മളതയോടെയും വേണം സംസാരിക്കാൻ. രോഗികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത വലിയ മെഡിക്കൽ വാക്കുകൾ ഒഴിവാക്കുക. അതുപോലെ നമുക്ക് പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ വെറുതെ നൽകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗിയുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ്. ഓർക്കുക, നിങ്ങളുടെ ഓരോ വാക്കിലൂടെയുമാണ് ആ രോഗി ഈ ആശുപത്രിയുടെ നിലവാരം അളക്കുന്നത്. ജോലി ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. അങ്ങനെയുള്ളപ്പോൾ അത് ആരെ അറിയിക്കണം എന്നുള്ളതാണ് ഈ എസ്കലേഷൻ മെട്രിക്സ്. മെഡിക്കൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഡ്യൂട്ടി നഴ്സിനെ അറിയിക്കുക, ഡോക്ടർമാരുടെ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് OP കോർഡിനേറ്ററെ വിളിക്കുക, നമ്മുടെ സർവീസിനെക്കുറിച്ചുള്ള പരാതികളാണെങ്കിൽ സൂപ്പർവൈസറെ അറിയിക്കുക. ഇനി വളരെ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്ററെ തന്നെ അറിയിക്കുക. കൃത്യമായ ആളുകളിലേക്ക് പ്രശ്നം എത്തിച്ചാൽ തന്നെ പകുതി ആശ്വാസമായി. രോഗികൾ എന്തെങ്കിലും പരാതിയുമായി വിളിക്കുമ്പോൾ ഈ വാചകം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരു തടസ്സവും കൂടാതെ അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഒരിക്കലും അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. ആവശ്യമെങ്കിൽ ക്ഷമ ചോദിക്കുക. നോക്കൂ, രോഗിക്ക് പറയാനുള്ളത് മുഴുവൻ ശാന്തമായി കേൾക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തന്നെ അവരുടെ പാതി ദേഷ്യവും മാറും. അവർ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഇവിടെ ആളുണ്ട് എന്ന തോന്നലാണ് അവർക്ക് ഏറ്റവും ആവശ്യം. ഇനി അവസാനത്തെ 5-ാം ഭാഗം, നമ്മുടെ പ്രവർത്തന മികവ് അളക്കുന്നതെങ്ങനെയാണ്, അതുപോലെ പാലിക്കേണ്ട കർശന നിയമങ്ങളെന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ചില KPIകൾ വെച്ചാണ്. അതായത്, ഒരു ദിവസം നിങ്ങൾ എത്ര കോളുകൾ വിളിച്ചു, അതിൽ എത്ര പേർ കോൾ എടുത്തു, എത്ര പുതിയ അപ്പോയിന്റ്മെന്റുകൾ ഫിക്സ് ചെയ്തു, കൺവേർഷൻ റേറ്റ് എത്രയാണ്, എത്ര പേരിൽ നിന്നും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റി തുടങ്ങിയ കാര്യങ്ങൾ. ഈ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും നമ്മുടെ ടീമിന്റെ പുരോഗതിക്കും വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൺവേർഷൻ റേറ്റ്. നിങ്ങൾക്ക് കണക്റ്റായ കോളുകളിൽ നിന്ന് എത്ര എണ്ണം യഥാർത്ഥ അപ്പോയിന്റ്മെന്റുകളായി മാറിയെന്ന് ഇത് വ്യക്തമാക്കുന്നു. വെറുതെ വിളിക്കുന്നതിന് പകരം നിങ്ങൾ നടത്തുന്ന മുന്നൊരുക്കങ്ങളും ആ രോഗിയോടുള്ള നിങ്ങളുടെ കരുതലും എത്രത്തോളം ഫലപ്രദമാണെന്ന് ഈയൊരൊറ്റ കണക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിയമങ്ങൾ പാലിക്കുന്നതിലെ കർശന നടപടികളെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് സംസാരിക്കാൻ നൽകിയ സ്ക്രിപ്റ്റിൽ നിന്ന് അനാവശ്യമായി മാറിയാൽ വാർണിംഗ് ലെറ്റർ ലഭിക്കും. രോഗികളോട് പരുഷമായി പെരുമാറിയാൽ അടിയന്തര നടപടി തന്നെ ഉണ്ടാകും. ഇനി രോഗികളുടെ ഡേറ്റ മറ്റാർക്കെങ്കിലും കൈമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യും. ആശുപത്രിയുടെയും രോഗികളുടെയും സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഡേറ്റ ദുരുപയോഗത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യില്ല. ഒരു രോഗി അവരുടെ ഏറ്റവും സ്വകാര്യമായ ആരോഗ്യ വിവരങ്ങളാണ് നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുന്നത്. ആ വലിയ വിശ്വാസം സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും വളരെ പവിത്രമായ ഒരു ഉത്തരവാദിത്തമാണ്. ഒടുവിലായി ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശദീകരണം അവസാനിപ്പിക്കാം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ അടുത്ത കോൾ ഒരു രോഗിയുടെ ചികിത്സായാത്രയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? വെറുമൊരു കോളിനപ്പുറം ഒരു ജീവനെ സ്പർശിക്കാൻ, അവർക്ക് ആശ്വാസം നൽകാൻ നിങ്ങളുടെ ഓരോ കോളിനും കഴിയും. ആ വലിയ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഓരോ രോഗിയോടും സംസാരിക്കുക. ശരി, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.